ശിവാനി. രചന, അവതരണം ഋതു. പ്രിയ തൻ്റെ കയ്യിലെ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അതിനകത്തുള്ള ഫോട്ടോ കണ്ടപ്പോൾ അവളിൽ ദേഷ്യവും വാശിയും പകയും ഒരുപോലെ വിറഞ്ഞു കയറി. ഒരു ഗ്ലാസ് മദ്യം ഒറ്റ വലിക്ക് അവൾ കുടിച്ചു തീർത്തു. ഇങ്ങനെ കഴിച്ച കുടല് കരിഞ്ഞു പോവും. കാലിയായ ഗ്ലാസ് വീണ്ടും നിറക്കുന്നതിനിടയിൽ സിദ്ധാർത്ഥ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത്ര പെട്ടെന്നൊന്നും എൻ്റെ മനസ്സിനെയും ശരീരത്തെയും തകർക്കാൻ കഴിയില്ല, ആര് വിചാരിച്ചാലും. നന്ദകുമാർ അവൾ കുടിക്കുന്നത് നോക്കിയിരുന്നു. വല്ലാത്തൊരു പെണ്ണ് തന്നെ. അവളുടെ ഉടലഴകുകൾ അളക്കുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നതായി അയാൾ അറിഞ്ഞു. നോക്കിക്കഴിഞ്ഞോ? അടുത്ത ഗ്ലാസ് വായിലേക്ക് ചേർക്കുന്നതിനിടയിൽ മറ്റെങ്ങോ നോക്കി പ്രിയ ചോദിച്ചപ്പോൾ അയാൾ ചൂളിപ്പോയി. രഘുറാമും സിദ്ധാർത്ഥും ആ മുഖം കണ്ട് പൊട്ടിച്ചിരിച്ചു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. ഇതുവരെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നേ. ഇനി എന്താ പ്ലാൻ? അവനെ അവിടുന്ന് മാറ്റണം. ഞാനെല്ലാം പറയാം. പ്രിയ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാനായി 3 പേരും ചെവി കൂർപ്പിച്ച് മുന്നോട്ട് ചേർന്ന് നിന്നു. ശിവാനി അച്ഛൻ്റെ കൈയും പിടിച്ച് വീടിനകത്തേക്ക് നടന്നു. അവരെ പ്രതീക്ഷിച്ച് എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 2 പേരുടെയും മുഖത്തെ പുഞ്ചിരി കണ്ട് അവർക്കെല്ലാം സന്തോഷം തോന്നി. എൻ്റെ കുഞ്ഞിനെ നന്നായി നോക്കണേന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആരെക്കാളും നന്നായി നിനക്കതിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശേഖരേട്ടൻ ഉണ്ണിയുടെ തോളിൽ കൈ ചേർത്ത് പറഞ്ഞു. നിറഞ്ഞു വന്ന കണ്ണുകൾ അയാൾ തുടച്ചു. ഉണ്ണി ശേഖരേട്ടനെ ചേർത്ത് പിടിച്ചു. ഇത്രയും കാലം ഞങ്ങൾക്ക് കാവലായി നിന്നതല്ലേ, ഇനി ശിവയുടെ അച്ഛനായി ഇവിടെ നിൽക്ക്. അവൾക്ക് അതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല. ഉണ്ണിയുടെ വാക്കുകൾ കേട്ട് അയാൾ തലയാട്ടി. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ശിവാനിയുടെ ഇടതുഭാഗത്ത് അച്ഛനും വലതുഭാഗത്ത് ഉണ്ണിയും ഉണ്ടായിരുന്നു. തൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അച്ഛനെ അവൾ സ്നേഹത്തോടെ നോക്കി. അയാൾ തൻ്റെ പാത്രത്തിൽ നിന്നും ചെറിയൊരു ഉരുള എടുത്ത് അവൾക്ക് നേരെ നീട്ടി. വർഷങ്ങളായി തനിക്ക് ലഭിക്കാതിരുന്ന സ്നേഹം മുഴുവൻ അയാൾ പകർന്നു കൊടുത്തു. മറ്റൊരിക്കലും രുചിച്ചറിഞ്ഞിട്ടില്ലാത്ത സ്വാദ് ആ ഉരുള ചോറിനുണ്ടെന്ന് അവൾക്ക് തോന്നി. നിറയാൻ തുടങ്ങിയ കണ്ണുകളെ അവൾ തന്നെ നിയന്ത്രിച്ചു. ഇനിയും കരഞ്ഞു തീർക്കാൻ തനിക്ക് കഴിയില്ല. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച അച്ഛൻ കൂടെയുണ്ട്. താങ്ങും തണലുമായി ഉണ്ണിയേട്ടനുണ്ട്, അമ്മമാരുണ്ട്. ഈ ജീവിതത്തിൽ മറ്റൊന്നും തനിക്ക് വേണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞ സമയമായിരുന്നു. ഭക്ഷണം കഴിച്ചതും കാർത്തി പോകാനായി ഇറങ്ങി. ഡാ, ഇനി കുറച്ച് ദിവസം നിന്നെ ഷോപ്പിലേക്ക് നോക്കണ്ടല്ലോ. ഞാൻ അക്കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഏകദേശം ഇപ്പം എനിക്കറിയാം. എന്താടാ? ഉണ്ണി സംശയത്തോടെ അവനെ നോക്കി. അത് മോന് കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിലാകും. അവൻ ശിവാനിയോട് സംസാരിക്കുന്ന ടീച്ചറെ നോക്കി പറഞ്ഞു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അളിയ, ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. ഉണ്ണിയുടെ ചെവിയിലായി പിറുപിറുത്തുകൊണ്ട് കാറിൽ കയറിപ്പോയി. അവൻ്റെ വാക്കുകളിൽ തന്നെ തറഞ്ഞു നിൽക്കുകയാണ് ഉണ്ണി. ശരിയാണല്ലോ, ഇന്ന് എൻ്റെ ആദ്യ രാത്രിയാണല്ലോ. അവൻ്റെ ചുണ്ടിൽ ചിരിയൂറി. എന്തോ ഓർത്ത് മീശ വിരിച്ചു. തിരിച്ചു നടക്കാൻ തുടങ്ങിയ അവൻ ടീച്ചർ അമ്മയെ കണ്ടു. അപ്പോഴാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് അമ്മ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ആ വെള്ളം അമ്മ അങ്ങ് വാങ്ങി വെച്ചേക്ക്, ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. മോളെ, നമുക്ക് സാരിയൊക്കെ ഒന്ന് മാറ്റാം. ആകെ ചൂടെടുക്കുന്നില്ലേ? രാവിലെ ഇട്ടതല്ലേ. കുളിച്ചിട്ട് വേഷമൊക്കെ ഒന്ന് മാറ്, ക്ഷീണമൊക്കെ മാറട്ടെ. നന്ദന ശിവാനിയുടെ കൈ പിടിച്ചു. അവളുടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നൊരു ഭർത്താവിനെ കിട്ടിയത് മാത്രമല്ല, ഒരച്ഛനെ കൂടെ കിട്ടിയിരിക്കുന്നു. അത് അവളിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറച്ചു. തന്നെ സ്നേഹിക്കാനും തനിക്ക് സ്നേഹിക്കാനും ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട്. ശിവാനി കുളിക്കാനായി തൻ്റെ മുറിയിലേക്ക് പോയി. ശിവ. അപ്പോഴാണ് ഉണ്ണി പിറകിൽ നിന്ന് വിളിച്ചത്. നീ എങ്ങോട്ടേക്കാ? അത് കുളിക്കാൻ. അത് മനസ്സിലായി. എവിടെ പോയി കുളിക്കാൻ? റൂമിൽ പോയി കുളിക്കാൻ. ഇപ്പോൾ നിൻ്റെ റൂം ഏതാ? ശിവാനി ഉണ്ണിയുടെ മുഖത്ത് മറുപടി പറയാതെ നോക്കി നിന്നു. അവരുടെ വർത്താനം കേട്ട് സോഫയിൽ ടീച്ചർ ഇരിക്കുന്നുണ്ട്. അവൾ അല്പം പേടിയോടെ ടീച്ചറുടെ മുഖത്തേക്ക് നോക്കി. ശേഖരേട്ടൻ അപ്പോൾ തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് തൻ്റെ ഔട്ട് ഹൗസിലേക്ക് നടന്നു. ഞാൻ സംസാരിക്കുമ്പോൾ നീ എന്തിനാ വേറെ എവിടെയെങ്കിലും നോക്കുന്നേ? ഉണ്ണി അല്പം ദേഷ്യത്തിൽ തന്നെയാണ്.
ടീച്ചർ ചെറുതായി ഒന്ന് ചുമച്ചു. മോളെ, എവിടെയാണ് ഇന്നലെ വരെ കുളിച്ചത്? അവിടെ തന്നെ പോയി കുളിച്ചാൽ മതി. കല്യാണത്തിന് മുമ്പ് ചിലരോടൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. മറന്നു പോയോ ആവോ? ശിവ, എനിക്കത്ര ഓർമ്മകേടൊന്നുമില്ല. ഇനി നീ മുകളിലത്തെ മുറിയിൽ പോയാൽ മതി. അതാ നമ്മുടെ റൂം. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ശിവാനി കുഴങ്ങി. ഇതൊക്കെ കണ്ട് നന്ദനയും ജാനകിയും മാറി നിന്ന് ചിരിക്കുന്നുണ്ട്. ടീച്ചർ വെറുതെ ഉണ്ണിയെ എരികേറ്റുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. ഉണ്ണി, മോൾക്ക് മറ്റന്നാൾ പരീക്ഷ തുടങ്ങുക. നിന്റെ പരാക്രമമൊക്കെ അവളോട് ഇപ്പോഴേ തുടങ്ങിയ കൊച്ചിന് നേരെ ഒന്ന് നിൽക്കാൻ പോലും പറ്റില്ല. കയ്യിലുള്ള പത്രം സോഫയിലേക്ക് മടക്കി വെച്ചുകൊണ്ട് ടീച്ചർ എഴുന്നേറ്റ് നിന്ന് ഉണ്ണിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ശിവാനി തൻ്റെ 2 ചെവിയും പൊത്തിപ്പിടിച്ച് റൂമിലേക്ക് കയറിപ്പോയി വാതിലടച്ചു. അത് കണ്ട് ടീച്ചറും ഉണ്ണിയും ഒരുപോലെ ചിരിച്ചു. മോളെ, ടീച്ചറെ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ തന്നെ കിടക്കും. പിന്നെ അവൾക്ക് പരീക്ഷയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം. ഞാൻ വേണ്ടത് ചെയ്തോളാം. ദേ ചെക്ക, നീ ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ. ഈ ഒരു മാസം അവൻ നന്ദനയുടെ കൂടെ കിടക്കട്ടെ. അച്ഛൻ്റെ അല്ലേ മോൻ. എനിക്ക് നിന്നെ ഇക്കാര്യത്തിൽ അത്ര വിശ്വാസം പോരാ. അമ്മയുടെ വാക്കുകൾ കേട്ട് ഉണ്ണി കണ്ണുകൾ ഇറുക്കി അടച്ചു. ഈ അമ്മയെക്കൊണ്ട് ഞാൻ അവളെ ഒന്നും ചെയ്യില്ല, പോരെ. ഇനി മമ്മയുടെ കൂടെ അവൾ കിടന്ന കുറേ കഴിഞ്ഞ് ഞാൻ അങ്ങ് എടുത്തുകൊണ്ട് പോവും. വെറുതെ എന്തിനാ ബാക്കിയുള്ളവരുടെ ഉറക്കം കളയുന്നേ? അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി ചർച്ചയില്ല. അമ്മ വല്ലതും പറഞ്ഞ് എൻ്റെ പെണ്ണിനെ പേടിപ്പിച്ചാണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ 24 മണിക്കൂർ എന്നെ ഭീഷണിപ്പെടുത്തല അവളുടെ പ്രധാന പണി. എന്ത് പറഞ്ഞാലും ഞാൻ ടീച്ചറമ്മയോട് പോയി പറഞ്ഞു കൊടുക്കുന്നു. അമ്മയായിട്ട് എൻ്റെ കഞ്ഞിയിൽ മണ്ണിടരുത്. അവൾ നന്നായി പഠിച്ചോളും. ഞാൻ നോക്കിക്കോളാം, കേട്ടല്ലോ. എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് ടീച്ചറാവാൻ നിൽക്കല്ലേ. ഉണ്ണി അവരുടെ കവിളിൽ ചെറുതായി നുള്ളിക്കൊണ്ട് അവിടെ ഉമ്മ കൊടുത്തു. നമുക്ക് കാണാം. അവൾക്ക് പരീക്ഷയിൽ മാർക്കെങ്ങാനും കുറഞ്ഞ നിൻ്റെ മുട്ടുകാലി ഞാൻ തല്ലി ഒടിക്കും. വളർന്നു വലിയ ചെക്കനായി എന്ന് വിചാരിക്കില്ല ഞാൻ. ശിവാനി കുളി കഴിഞ്ഞ് ഒരു സ്കേർട്ടും ബനിയനും എടുത്തിട്ടു. അവൾക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ വല്ലാത്ത മടി തോന്നി. നേരത്തെ കേട്ട ടീച്ചറമ്മയുടെ വർത്താനം ഓർക്കുമ്പോൾ തന്നെ ശരീരത്തിലൂടെ ഒരു വിറയൽ പടരുന്നു. ഇതെന്താ ഇവിടുന്ന് തത്തിക്കളിക്കുന്നേ? ചുമരും ചാരി നഖം കടിച്ചു നിൽക്കുന്ന ശിവാനിയെ കണ്ട് നന്ദനയ്ക്ക് ചിരി വന്നു. ടീച്ചറമ്മ ഉറങ്ങിയോ? ഇല്ല. എന്തേ? അവൾ ഒന്നുമില്ലെന്ന് ചുമല് കുലുക്കി. വാ, പുറത്തേക്ക് പോവാ. ഞാൻ വരുന്നില്ല അമ്മ. ടീച്ചറമ്മ എന്നെ കളിയാക്കും. അവൾ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നന്ദന ശിവാനിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. ടീച്ചർ കാലുവേദനയ്ക്കുള്ള മരുന്ന് കുടിച്ച് തിരിഞ്ഞപ്പോഴാണ് ശിവാനിയെ കാണുന്നത്. മുട്ടിന് താഴെ മാത്രം ഇറങ്ങി നിൽക്കുന്ന സ്കേർട്ടും ഇട്ട് താലിയും മാഞ്ഞു തുടങ്ങിയ സിന്ദൂരവുമായി നിൽക്കുന്ന അവളെ കണ്ട് ടീച്ചർ നോക്കി നിന്നു. ഇതിപ്പോൾ കേസാവുമല്ലോ പെണ്ണെ. താടിക്ക് കൈകൊടുത്ത് ടീച്ചർ അവളുടെ മുന്നിൽ വന്ന് നിന്നു. ശിവാനി അമ്പരന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി. അല്ല, എൻ്റെ കുഞ്ഞിനെ കണ്ട കൂടിപ്പോയൊരു 10ാം ക്ലാസ്സുകാരി. അതിലധികം പറയോ? കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നിന്നെ എന്ത് വിശ്വസിച്ചിട്ടാ കുഞ്ഞെ ആ ചെക്കൻ്റെ മുറിയിലോട്ട് വിടുക? ശിവാനി മുഖം കൂർപ്പിച്ച് നിലത്ത് ആഞ്ഞ് 2 ചവിട്ട് കൊടുത്തു. ദേ നന്ദ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കുറച്ചുകൂടെ കുഞ്ഞായില്ലേ? അതും പറഞ്ഞ് ടീച്ചർ അവളെ മാറോട് ചേർത്ത് പിടിച്ച് നെറുകയിലായി ചുംബിച്ചു. എൻ്റെ കുഞ്ഞ് എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അവൻ എന്തേലും കുറുമ്പ് കാണിച്ചാൽ എന്നോട് പറയണം. മിനിക്ക് വെച്ച ഒരു ചൂരലുണ്ട് എൻ്റെ കയ്യിൽ. ബനിയൻ്റെ കോളർ നേരെയാക്കി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഉണ്ണിയെ നോക്കിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു. എന്താടാ, നിനക്ക് ഉറങ്ങാറായില്ലേ? അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? എൻ്റെ ഒരു മുതൽ ഇവിടെ നിൽക്കുമല്ലേ. ശിവാനിയെ നോക്കി അത് പറഞ്ഞപ്പോൾ അവൾ ടീച്ചറുടെ പുറകിലേക്ക് മാറി നിന്നു. അവനത് കണ്ട് ചിരിച്ചു. ജാനു അമ്മേ, ഒരു ഗ്ലാസ് പാലെടുത്തോട്ടോ. അടുക്കളയിലേക്ക് നോക്കി ഉണ്ണി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിന് നീ പാലൊന്നും കുടിക്കാറില്ലല്ലോ? ടീച്ചർ താടിക്ക് കൈ കൊടുത്ത് ചോദിച്ചു. ഇന്നൊരു ഗ്ലാസ് പാലൊക്കെ കുടിക്കാം, അവൻ മീശ വിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ജാനകി പാലുമായി വന്നു. അത് കണ്ടതും ശിവാനിയുടെ കാലും കൈയും വിറക്കാൻ തുടങ്ങി. എന്താ,
നിങ്ങൾക്കൊന്നും ഉറക്കൂല്ലേ? പ്രായമൊക്കെ ആയില്ലേ? 3 പേരും കുറച്ച് നേരത്തെ കിടക്കാൻ നോക്ക്. വാടി. അതും പറഞ്ഞ് ഉണ്ണി ശിവാനിയെ നോക്കി കൈനീട്ടി. അവൾ ടീച്ചറമ്മയോട് കൂടുതൽ ചേർന്ന് നിന്നു. ശിവ, അവൻ കുറച്ച് കനത്തിൽ തന്നെ വിളിച്ചു. ഞാനില്ല, ഞാൻ അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. അത് കേട്ടതും ടീച്ചർ നന്ദനയും ജാനകിയും പൊട്ടി വന്ന ചിരി പണിപ്പെട്ടടക്കി. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ, മമ്മി അവിടെ നിന്നെ കെട്ടിയത്? കൈ മടക്കിക്കൊണ്ട് അവളുടെ മുന്നിലേക്ക് ചാടി വീണ ഉണ്ണിയുടെ കൈയിലേക്ക് ചെറു ചിരിയോടെ ടീച്ചർ പിടിച്ചു. ശിവാനിക്ക് ശരിക്കും പേടി തോന്നി. അമ്മ വിട്ടെ. ജാനുമ്മേ, ആ പാലിങ്ങതാ. അവൻ അവരുടെ കയ്യിൽ നിന്ന് പാലിൻ്റെ ഗ്ലാസ് വാങ്ങി ശിവാനിയുടെ മുന്നിൽ വന്ന് നിന്നു. ഡി, പിടിക്കടി. അവളുടെ മുന്നിലേക്ക് നീട്ടിയതും ഗ്ലാസ്സിലേക്ക് വിറയലോടെ ശിവാനി നോക്കി. പിടിക്ക് ശിവ. അവൻ്റെ ശബ്ദം ഉയർന്നതും അവൾ ഗ്ലാസ് വാങ്ങി. ടീച്ചറെ നോക്കി ഒന്ന് കണ്ണിറക്കിയ ശേഷം അവൻ തൻ്റെ കൈ മുന്നോട്ടൊന്ന് വിടർത്തി. ശിവാനിക്ക് മറിച്ചൊന്ന് ചിന്തിക്കാൻ ഇടകിട്ടുന്നതിന് മുമ്പ് ഉണ്ണി അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തിരുന്നു. പാലെങ്ങാനും താഴെ പോയാലുണ്ടല്ലോ, നിന്നെ കടിച്ച് തിന്നും ഞാൻ. ഉണ്ണി അവളുടെ ചെവിയിലായി കുറുകി. താഴെ നിന്ന് അവരുടെ പോക്ക് കണ്ട് 3 പേരും പൊട്ടിച്ചിരിച്ച് കിടക്കാനായി തങ്ങളുടെ മുറിയിലേക്കായി പോയി. ശിവാനിക്ക് താൻ ആവിയായി പോകുന്നത് പോലെ തോന്നി. അവളുടെ ഹൃദയം പടപടാമിടിച്ചു. റൂമിലെത്തിയ ശേഷം ടേബിളിനടുത്ത് അവളെ നിർത്തി. ഉണ്ണി ഡോറടക്കാനായി പോയി. കൈയുടെ വിറ കാരണം കുറച്ച് പാല് നിലത്തേക്ക് തുളുമ്പിപ്പോയിരുന്നു. അതും നോക്കി ശിവാനി പരവേശത്തോടെ നിന്നു. വാതിൽ ലോക്കിട്ട് അതിൽ ചാരി നിന്നുകൊണ്ട് ഉണ്ണി ശിവാനിയുടെ പരിഭ്രമം നോക്കിക്കണ്ടു. അവന് വല്ലാത്ത കുസൃതി തോന്നി. മീശ പിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്ന അവനെ കണ്ട് ശിവാനിക്ക് ഓടിപ്പോവാൻ തോന്നി. അവൾ പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് ചുറ്റും നോക്കി. കൈകൾ ടേബിളിലാകെ പരതി. കയ്യിലായി എന്തോ തടഞ്ഞു. ഒരു കുഞ്ഞു പുസ്തകം. അതവളെടുത്ത് മുന്നോട്ട് നടന്നെടുക്കുന്ന ഉണ്ണിയുടെ നേരെ ഒരൊറ്റ ഏറായിരുന്നു. അവൻ സ്റ്റക്കായി നിന്നുപോയി. ഡി, എന്താടി ചെയ്യുന്നേ? അവൾ വീണ്ടും എന്തോ എടുക്കാനായി ടേബിളിൽ പരതി. കയ്യിൽ കിട്ടിയത് ഒരു പേനയായിരുന്നു. അതും തൻ്റെ നേർക്ക് ഉന്നം വെച്ച് വരുന്നത് കണ്ട് ഉണ്ണി ഞെട്ടിപ്പോയി. മതിയടി, വേദനിക്കും. നന്നായിപ്പോയി. എന്തിനാ അങ്ങനെ ചെയ്തേ? അവരുടെയൊക്കെ മുന്നിൽ വെച്ച്. അല്ലെങ്കിൽ തന്നെ എല്ലാവരും എന്നെ കളിയാക്കി കൊല്ലുവാ. അവൾ അടുത്തതായി എറിഞ്ഞത് ഒരു ചെറിയ ബോക്സാണ്. അവനത് പിടിച്ചെടുത്തു. മാതാവേ, കെട്ട് കഴിഞ്ഞപ്പോൾ പെണ്ണാകെ മാറിപ്പോയല്ലോ. കുഞ്ഞിപ്പൂച്ച കണ്ടംപൂച്ചയായല്ലോ. അവൻ തല കുമ്പിട്ട് ചിരിച്ചു. ഉണ്ണിയേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാൻ സ്കൂൾ കുട്ടിയാത്രേ. ആണോ? എന്നെ കണ്ട അങ്ങനെ പറയോ? അവൾ സ്വയം ഒന്ന് നോക്കി. ഉണ്ണി വീണ്ടും മുന്നോട്ട് വരുന്നത് കണ്ടപ്പോൾ ടേബിളിൽ ആകെ ഒന്ന് നോക്കിയെങ്കിലും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ശിവാനി അല്പം ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു.